സമയം പോയി. ഇന്ന് ആരും ഞാൻ പണിക്കുവാനയക്കില്ല. ഇന്റെ പണിയോ പോയി. ഒരാളിന്ന് അയക്കൂല. മയമാലി വരുന്നുണ്ട്. എങ്ങോട്ടാ മയമാലി പോണേ? പണിക്ക് പോകാൻ ബസ്സിലേക്ക്. ബസ്സിലോ? ഇവിടെ ഇരുന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇല്ല ഇവിടെ ഇരിക്കും. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട്. എന്തിനാ വയസ്സില എന്നോട് എന്താ ചേട്ടാ ഒരു കാര്യം കേക്ക്. ഇജ്ജ് എത്ര കാലമായി പണിക്ക് തുടങ്ങിയിട്ട്? എന്തേലും ഉണ്ടായിക്കണോ? ഉണ്ടാക്കിയില്ല, കടം തന്നെയാണ്. അതാണ് ഞാൻ പറയണത്. ഞാൻ പണിക്കുമ്പോൾ എനിക്കും കട ഉണ്ട്, ഇജ്ജ് പണിക്കൊണ്ട് എനക്കും കട ഉണ്ട്. കണ്ടോ ആ വരുന്ന ആള് കണ്ടോ? അയാളെ കോഴിക്കട നടത്തുന്ന ആളാണ്. എന്നാലും പോണം. അല്ല എന്നാലും അയാളെ ഒന്ന് കണ്ടിട്ട് പോയി. ഞാൻ ചോദിച്ചില്ല എന്നിട്ട് ഇജ്ജ് പണിക്കും. ഹലോ അതാ നൗഷാക്ക, ഒന്നോട് വരി. നിങ്ങൾ എത്ര കാലമായി കോഴിയുടെ പരിപാടി തുടങ്ങിയിട്ട്? നിങ്ങൾ ഇങ്ങോട്ട് എങ്ങനെ പാഞ്ഞു പോണ്? ഞാൻ കോഴിയുടെ ബിസിനസ് ചെയ്യാന്. എന്നിട്ട് എന്താ കാര്യം? നമ്മള് പണിയെടുക്കണ്ടേ? പൈസ സ്വീപ്പാക്കല്ലേ? പണിക്കും പോകാത്ത എനിക്ക് ഒരു കടവുമില്ല. നിങ്ങൾ എത്ര കാലം? 50 ലക്ഷം റുപ്യ കടാണ്. ഇരിക്കി ഞാൻ പറഞ്ഞുതരാം. അവിടെ ഇരിക്കും. എന്താ ഇങ്ങനെ ഇരുത്തിട്ട് കാര്യം? അണക്ക് പണിയില്ല, ഞാൻ പണിക്കലും പോട്ടെ. ഇയാളെ പറഞ്ഞു എനക്ക് 10 ലക്ഷം റുപ്യ കട ഉണ്ട്. ഇയാളിപ്പോ 25 വർഷമായിട്ട് 50 ലക്ഷം കട ഉണ്ട്. എനിക്കും കടണ്ട്, ഞാൻ പണിക്കുവാദ്യം കടണ്ട്. എന്നാലും ഓക്കെ ബിസിനസ് ചെയ്യുന്ന ഒരാൾ വരും. നോക്ക് അയാളോട് ചോദിക്കാം കടല്ലേ ഞങ്ങളൊക്കെ പണിക്കോ. ഹലോ ചേട്ടാ, ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ എങ്ങോട്ടാ ടൗണിൽ എവിടെ ഒരു ടൈല് കട നിങ്ങൾക്ക് ഇല്ലേ? നിങ്ങൾ എത്ര ദിവസം കൊല്ലങ്ങളായി കട തുടങ്ങിയിട്ട്? മണ്ണാർക്കാട് കൊല്ലായി ആണല്ലേ? ഇതിൽ കട എന്തേലും ഉണ്ടോ? കട തന്നെ ഉള്ളൂ. ഒരു 10-40 ലക്ഷം രൂപ കട ഉണ്ട് ഇപ്പൊ. അപ്പൊ എന്തിനാ ഈ ബിസിനസ്? അതാണ് ഞാൻ മയമാലയെ പറഞ്ഞ പണിക്ക് പോകരുത് എന്ന്. എന്നിട്ട് നിങ്ങൾ പോയിക്കോളി, ഞങ്ങള് വേറെ കാര്യം സംസാരിക്കും. ഞാൻ പോട്ടെ. ശരി. എന്താ കഥ? ഞാൻ വെറുതെ പറഞ്ഞല്ല. ബിസിനസ് ചെയ്യുന്ന ആൾക്ക് 40 ലക്ഷം കടം, ബസ്സിൽ പോണ ആൾക്ക് 10. ഈ കോഴി ബിസിനസ് ചെയ്യണ ഇയാൾക്ക് ലക്ഷങ്ങൾ വരുമാനമുള്ള ആൾക്ക് 10-25 ലക്ഷം. ഒന്നും കടല ഞാൻ പണിക്കോണില്ലല്ലോ. പണിക്കോണില്ല. അതാണ് ഞാൻ പറഞ്ഞു നമുക്കൊക്കെ ഓരോ സിനിമ ഒന്നും കൊടുക്കണം. ഹാപ്പിയാണ്. ഒരു സിനിമക്കോ അത് നല്ല പേര്. സമയം വൈകി.